ഗൈസ്, അങ്ങനെ ഞാൻ ബിഗ് ബോസിലേക്ക്. നൂറ് വർഷത്തെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോകണമെന്ന്. എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ബിഗ് ബോസിൽ ഓൾറെഡി പോയി, അവരിപ്പോ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒന്നും ആഗ്രഹമില്ലായിരുന്നു ബിഗ് ബോസിൽ പോകണമെന്ന്. പക്ഷെ ഇപ്പോൾ വന്ന് ഒരു ആഗ്രഹം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് അതൊരു ചാൻസ് കിട്ടിയത്. സോ ഗൈസ്, ഇന്ന് നമ്മൾ വൈൽഡ് കാർഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ്. അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോസ് എല്ലാം ഇടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് സോ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഫസ്റ്റ് നൈറ്റ് വിഷമമുണ്ടോ? വിഷമുണ്ട്, വിഷമില്ലേ? പിന്നെ മിസ് ചെയ്യോ? മിസ് ചെയ്യും. പിന്നെ എപ്പോഴും കാണാലോ, 24/7 കാണാലോ എന്നുള്ള ഒരു സമാധാനമുള്ളൂ. എന്നാലും വിഷമുണ്ട്, അടുത്തില്ലാണ്ടാവുമ്പോഴുള്ള വിഷമില്ലേ, അതുണ്ട്. വേറെന്തെങ്കിലും പറയാനുണ്ടോ? കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റത്തില്ല. എടാ പറ. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ചിലപ്പോ കാണാൻ പറ്റും. തോക്കുവാണെങ്കിൽ 10 ദിവസം ഞാൻ കാണാം. വേറെന്താ, ഇവൻ പോണില്ല എന്ന് എനിക്ക് ഉള്ളിന്റെ ഉള്ളില് പോവണ്ടെന്നായിരുന്നു. അപ്പൊ ഇവനാണെങ്കിലും പോണുള്ള വേണ്ട, ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇവൻ പറഞ്ഞത് എന്നാ പിന്നെ നമുക്കങ്ങ് പോവാം. സംഭവം എനിക്ക് ഓൾറെഡി ആദ്യം തൊട്ടേ ഇഷ്ടമല്ല ബിഗ് ബോസ്. നമ്മുടെ റിയൽ ക്യാരക്ടർ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഇത്. സോ എനിക്ക് എപ്പോഴും അഭിനയിക്കും. നമ്മളിപ്പം വീഡിയോസിലൊക്കെ അഭിനയിക്കുമ്പോൾ ആൾക്കാർ ഇവന്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നൊരു ഇത് കാണും. ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ റിയൽ ലൈഫിൽ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളെ കരച്ചിലും ദേഷ്യവും ബഹളവും ഒക്കെ എല്ലാവരും നാട്ടുകാർ അറിയും. സോ അതിന് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, അപ്പം തന്നെ അവർ വിളിച്ചു. അപ്പം ഇനി പോകാൻ ആഗ്രഹം വന്നു. അപ്പൊ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എന്റെ പേടിന്ന് പറഞ്ഞ ഇവന് ഇഷ്ടമില്ലാത്ത കൊറേ പേര് അതിന്റെ അകത്തുണ്ട്. അവിടെ കിടന്നൊന്നും അടി കൂടല്ലേടാ, ലാസ്റ്റ് സിജോക്ക് ഇടിയിട്ട് പോലെയോ. ഓക്കെ, നമുക്കിനി അസ്നയോട് ചോദിക്കാം ഗൈസ്. അസ്ന സർക്കാർ പോവാ ബിഗ് ബോസിലേക്ക്? വിഷമല്ലേടി? വിഷമൊന്നുമില്ല, നല്ലൊരു ഇതിന് വേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോം. നിന്റെ അടുത്ത് ഞാൻ എന്നാ പറഞ്ഞ നമ്മള് പോകുന്നുണ്ടെന്ന്? എന്താ ഇതിങ്ങനെ മേലെ ഇരുന്നപ്പോ പെട്ടെന്ന് താഴെ ഞങ്ങള് വെച്ചിട്ട് ചുമ്മാ കാണാൻ പറയുവാന്ന് ആ ഒരു മൈൻഡ് ആയിരുന്നു ഫസ്റ്റ് ഞങ്ങൾക്ക്. കേട്ടപ്പോ നല്ലതാണ്. എനിക്കൊക്കെ കുറെ നാളുണ്ട് ഞാൻ പോത്തില്ല, എന്നെ അഥവാ വിളിച്ചാൽ പോയി ഞാൻ പോത്തില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് പോവാന്ന് പറഞ്ഞപ്പോ ഒരു ഞെട്ടലുണ്ട്. അല്ലാതൊന്നുമില്ല, പിന്നെ നല്ലതായിരിക്കണം. നല്ല അപ്പം എന്റെ ഡ്രസ്സും സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരുമോ? അത് ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അതൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിനെ കുറിച്ച് ഇതായിട്ടൊന്നും അറിഞ്ഞൂടാ. ഞാൻ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ PR പ്രൊമോഷൻ അങ്ങനെയൊക്കെ ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം നടന്നാ മതിയായിരുന്നു. അപ്പം മിക്കക്കാക്ക് വേണ്ടി വോട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പോയിട്ട് വാടാ. എനിക്ക് പ്രത്യേകിച്ച് വിഷമൊന്നുമില്ല. പോയി 10 ദിവസമെങ്കിൽ 10 ദിവസം പോയിട്ട് വരൂ. 100 ദിവസം നിക്കട്ടെ എന്ന് ആശംസിക്കന്നെ. 100 ദിവസം നിന്നിട്ട് പിന്നെ മോഹൻലാലിനെ കാണാം. അതെ, മറ്റില്ല അതൊക്കെ പറയണേ. എന്റെ വീട്ടില് ഫാമിലി ഉണ്ട്, ഒന്നൊരു ഹായ് തരാണ്. ഓ, മോഹൻലാലിനടുത്ത് പറയണല്ലേ ലാലേട്ടാ. അസ്നയ്ക്കും ഫസ്നയ്ക്കും ഒരു ഹായ് കൊടുക്കണേ. ഓൾ ദ ബെസ്റ്റ്, എല്ലാരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വരാം കേട്ടോ. ബിഗ് ബോസ് ചെന്നൈയില് പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടിയാ 100 വർഷത്തെ. ഇല്ല, 100 വർഷത്തിൽ തോക്കുവാണെങ്കിൽ 10 ദിവസത്തിനകം വരും. അതായത് എന്ന് തോക്കുന്ന അന്ന് വരും. 100 ദിവസം നിൽക്കാൻ പറ്റിയ വലിയ വലിയ പൈസയും ഫ്ലാറ്റൊക്കെ കിട്ടും. അടുത്ത യാത്ര പറയാൻ വന്നേ പറഞ്ഞേ 100 ദിവസം ബിഗ് ബോസിൽ ഒരാൾക്കേ പോകാൻ പറ്റത്തുള്ളൂ. ടിവിയില് കാണാലോ. ഇന്നും രാത്രി 9:30 മണിക്കാണോ? 9:30 മണിക്കല്ലേ ബിഗ് ബോസ് പരിപാടി. കാക്കടുത്തൊക്കെ ഉമ്മ പറഞ്ഞേക്കട്ടോ, ഒച്ചപ്പെടുത്തൊക്കെ. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൂപ്പ അടുത്ത് പറഞ്ഞോ? അപ്പടുത്ത് പറഞ്ഞായിരുന്നു. അപ്പ ഉണ്ടോ അവിടെ? അപ്പ ഉണ്ടോ? ഇല്ല. ഷിറ്റ്. ഇപ്പൊ എന്ത് നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞോ? ഓൾറെഡി അങ്ങനെ സർപ്രൈസ് അല്ലേ? നിന്റെ ഫ്രണ്ട്സിനെ സർപ്രൈസ് അല്ലേ? എന്റെ ഫ്രണ്ട്സിന് സർപ്രൈസാ. നിന്റെ ഫ്രണ്ട്സിനോ? എന്റെ ഫ്രണ്ട്സിനും സർപ്രൈസാ. ഗൈസ്, ഞാൻ ഇവരുടെ അടുത്ത് തന്നെ ഒരു 3 ദിവസം മുന്നെയാണ് പറയുന്നത്. ഞാനങ്ങ് ഞെട്ടിപ്പോയി പെട്ടെന്ന് പറഞ്ഞപ്പോ. എനിക്കങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ഇവിടെ നിക്കുവോ? ഇവിടെ നമ്മൾ കൂടെ നിൽക്കുന്നതിനെന്ത്? ഗൾഫിൽ പോയെന്ന് വിചാരിക്കാം 3 മാസത്തേക്ക്. ശമ്പളമൊക്കെ ഉണ്ട്. 3 മാസം നന്നാക്കി തരട്ടെ, നന്നായി വരട്ടെ. ശമ്പളമൊക്കെ കിട്ടും. 2 ആഴ്ച കൂടുമ്പോ ശമ്പളം കിട്ടും.
എന്താ വേണം നിനക്ക് വല്ല അടിച്ചു പൊളിക്കാം. അത് തന്നെ. ഇന്നാണോ പോന്ന ഇന്ന് രാത്രി പോവും. എന്താഴ്ച ഇന്ന് തിങ്കളാഴ്ച. അതെ, നാളെ ഉച്ചയ്ക്ക് അവിടെ എത്തത്തോളൂ. അതൊക്കെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ മാ. ഉം. പോയിട്ട് വരാം. ഓ ശരി. വാ ബൈ. അതിനുമ്പ് എനിക്ക് ചായ എടുത്ത് തരുമോ? പിന്നെന്ത് ഇവിടെ നില്ല്, ഇപ്പൊ ഞാൻ തരാം. അതൊക്കെ ചായ കുടിക്കാൻ ഭയങ്കര വൃതൊക്കെ ആയിരിക്കും. അതെ, അവിടെ ലക്ഷറി ടാസ്ക് ഒക്കെ കിട്ടുമ്പോ എനിക്ക് ഒന്നും തിന്നാനൊന്നുമില്ല. ഓ മെലിയോ അല്ല ഫ്രീ ആയിട്ട്. അയ്യോ എനിക്ക് മുന്നേ പോയ നാളുകൊണ്ട് ഡയറ്റ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മളിനി അസർക്കം മെലിഞ്ഞോണ്ടായിരിക്കും. എന്റെ കൂട്ടുകാരന്മാരൊക്കെ പോയിട്ട് ഞാൻ വെച്ച് അവിടെ പോയി നല്ല ഫുഡ് കഴിച്ച് വണ്ണം വീഴും. പക്ഷെ എല്ലാം മെലിഞ്ഞായിരുന്നു. കൂട്ടുകാരന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ അറിയാലോ, എല്ലാരും അസ്രുവിനെ തന്നെ വോട്ട് ചെയ്യണം, ജയിപ്പിക്കണം. ജയിച്ചു വരൂ. ഫസ്റ്റ് പ്രൈസ് എന്തുവാ ബിഗ് ബോസിന്? അത് നീ കൊണ്ടുവരുമ്പോ അല്ല, ബിഗ് ബോസിന്റെ കപ്പ് ഉണ്ടെന്ന് ട്രോഫി അല്ല, വേറെന്തുവാ? ഫ്ലാറ്റ് എങ്ങാണ്ട, ഫ്ലാറ്റ് എന്തോ 50. അത് പണ്ടാന്ന് തോന്നുന്നു ഫ്ലാറ്റ്. ഇപ്പൊ അത് ഐഡിയ ചാർജിങ് അല്ലാന്ന് തോന്നുന്നു ഫ്ലാറ്റ്. അല്ല, മറ്റേ മണിക്കൂട്ടിന്റെ സമയത്തൊക്കെ ഫ്ലാറ്റ് ആയിരുന്നു. എത്രയോ ലക്ഷത്തിന്റെ ഫ്ലാറ്റ് അല്ല, ഇപ്പൊ പൈസയാ. അഗ്രിമാരാറിനൊക്കെ പൈസ. ശരി ശരി. പൈസയല്ലേ? ഓ, അപ്പൊ പൈസ ആയിട്ട് വരാം. ഫെയിമിനാണോ മണിക്കാണോ പോകുന്നേ? ഞാൻ മണിക്ക്. എല്ലാരും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഞാൻ വിചാരിച്ചു എല്ലാരും ഡിസ്ലൈക്ക് ചെയ്യാൻ പറയുമോ. എല്ലാരും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അല്ലേ? അതെ, അതെല്ലാരും ഡൗൺലോഡ് ചെയ്തിട്ട് ഇക്കാക്ക് വോട്ട് ചെയ്യുക. പ്രീമിയം എടുത്തിട്ട് വോട്ട് ചെയ്യണം. എന്നാലേ പ്രീമിയം എടുത്ത ഓൾറെഡി 24/7 കാണണമെങ്കിൽ പ്രീമിയം വേണം. അതുകൊണ്ട് ഞാൻ പ്രീമിയം എടുത്തോളൂ. പാപ ഉമ്മ ചായനത്താൻ പോയേക്കുക. എന്തായാലും 3 ചായ കിട്ടിയല്ലോ. ഇക്കാട് അവസാനത്തെ ചായ കൂടിയാണ് ഇന്ന്. ഇവിടത്തെ ചായ കൂടി. ഓക്കെ, പോവാം. ബാഗൊക്കെ പാക്ക് ചെയ്യണ്ടടാ നീ. ബാഗ് വെക്കണം. അതായത് കുറച്ച് സാധനങ്ങൾ മതി, ബാക്കി എന്റെ ഫ്രണ്ട് വന്ന് എടുക്കും, അവൻ കൊണ്ടുതരും. ഉമ്മി എന്തിയേ? ഉമ്മി നിനക്ക് കൊടുത്തുവിടാനായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ, ചിപ്സ് അതൊക്കെ മേടിച്ചു. അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? അറിയാം. ഇല്ല, ഡ്രസ്സ് മാത്രമേ പറ്റത്തുള്ളൂ. എന്തൊക്കെയോ മേടിക്കാൻ പോണെന്ന് പറഞ്ഞു ഉമ്മി. പക്ഷെ അതൊക്കെ അവിടെ ലക്ഷറി ടാസ്ക് കിട്ടുന്നില്ലേ? അതെ, പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ എനിക്ക്. ഓക്കെ, നമുക്ക് ഇനി പോയി പാക്ക് ചെയ്താലോ? Come on. Guys, അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ് ഇട്ടിരിക്കുകയാണ്. ഐ വിൽ മിസ് യു. ഓണം അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ മറ്റേ വീഡിയോ അയക്കണം കേട്ടോ. ഞാൻ നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരിക്കും. കരയണേ ഇപ്പഴേ കരച്ചിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഉമ്മി ഇവിടെ ഇല്ല. ഉമ്മി എന്തോ മേടിക്കാൻ പോയെന്ന് തോന്നുന്നില്ലേ സാധനം. ഗൈസ്, അങ്ങനെ നമ്മുടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു, ഹാൻഡ് ബാഗും പാക്ക് ചെയ്തു. നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. കമോൺ. അങ്ങനെ നമ്മുടെ പെട്ടിയും സാമഗ്രികളൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റിട്ടുണ്ട്. നമുക്കിനി വണ്ടി കയറി പോവാം. രാത്രി ആവുന്നതിന് മുന്നേ എയർപോർട്ടിൽ എത്തണം. ഭാര്യ എടുത്ത് യാത്ര പറയാൻ പറഞ്ഞു. നമ്മളെ യാത്രയാക്കാൻ വേണ്ടി വന്ന 2 വ്യക്തികളുണ്ട്. പക്ഷെ രണ്ടുപേരും മരിച്ചു എന്നുള്ളൂ. ഗൈസ്, അപ്പൊ നമ്മുടെ നാടും വീടും എന്റെ കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, പോട്ടെ. വീഡിയോ ഞാൻ അയച്ചു തരാം, നീ ഇട്ടേക്കണം യൂട്യൂബില്. ഐശ്വര്യക്ക് അവിടെ ചെന്നിറങ്ങുമ്പോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നേ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എന്താ അതിനകത്തോട്ട് കേറത്തോളൂ. വൈൽഡ് കാർഡ് എൻട്രി അല്ലേ. പോട്ടെ പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി ടിവിയിൽ കാണാം. ബൈ ബൈ.